ചിച്ചേ നല്ലോണം ചിച്ചേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ്. അച്ചു ഇവിടെ ഒരുങ്ങി കിട്ടി നിൽക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ ആവേശത്തോടെ നമ്മൾ പെണ്ണുങ്ങൾ ഒരുങ്ങുന്നത് എന്തിനായിരിക്കും? അതെ, ഇത്ര ആവേശത്തോടെ ഒരുങ്ങുന്നതോ? ആവേശത്തോടെ ഒരുങ്ങുന്നത് കാണിച്ചിട്ടില്ലല്ലോ ഈ വീഡിയോയില്. സന്തോഷത്തോടെ ഒരുങ്ങിയിരിക്കുന്നത്. നീനുമ വെറും പുച്ഛഭാവത്തിലിരിക്കുന്നല്ലേ? വെറും പുച്ഛന്ന് വെച്ചാൽ മുഖത്ത് പുച്ഛം മാത്രം. അവനപ്പോ ചിരിച്ചു കാണിക്കേ, ചിരിച്ച മാറ്റി ചിരിച്ചേ. തിരിച്ച് ഉറക്കത്തിന്ന് എഴുതേറ്റാണ് കേട്ടോ, അതുകൊണ്ട് വലിയ വോൾട്ടേജ് ഇല്ലാത്ത പുഞ്ചിരി മാത്രമേ ഉള്ളൂ. ഗായ്സ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമല്ല ഗൈസ്, കല്യാണം വരാൻ പോവുകയാണ്. അപ്പം നമ്മള് അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ നമ്മളെ സുഹൃത്തുക്കളെ ബോയ്സ് എല്ലാം ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് തയ്പ്പിക്കാൻ കൊടുത്തു. ഇനി അച്ചുവിനാണ് എടുക്കാൻ പോകുന്നത് കേട്ടാ. ഇവക്കും ഇവളുടെ ഫ്രണ്ട്സിനും. അതെ, അച്ചുവിന്റെ ഫ്രണ്ടിനാണ്. അവര് 18 ആണുങ്ങളാണ് ഒരേപോലെ ഇരുന്നത്, ഞങ്ങളാകെ 3 പെണ്ണുങ്ങള്, 3 പെൺപിള്ളേര്. അവര് പറഞ്ഞു നമ്മൾ അതേ കളർ അവർക്ക് വേണ്ടെന്ന്. അപ്പൊ ഏത് കളർ ഇന്ന് നീ സെലക്ട് ചെയ്യാൻ പോകുന്നത്? അത് നമുക്ക് വീഡിയോയിൽ കാണാം. അതെ, ഇന്ന് വീഡിയോയില് അച്ഛൻ ഏത് കളറാണ് എടുക്കാൻ പോകുന്നത്, അച്ഛന്റെ ടീം ഏത് കളറാണ് എടുക്കാൻ പോകുന്നത്. ഓറഞ്ച് അല്ലേ എടുക്കുന്നത്? നമ്മള് ഓറഞ്ച് കളറാണ് കേട്ടോ. ഓക്കെ, പോവാം. നീ ടാറ്റു കൊടുക്ക്. സത്യത്തിയേ ഇപ്പൊ നമ്മളെന്ന് പറയാൻ പറ്റില്ല, എന്റെ കല്യാണ ഡ്രസ്സിന് എടുക്കാൻ പോണതാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ ആക്കാം. അന്ന് നമ്മള് ഇങ്ങനെ യൂട്യൂബ് ഒന്നും വലിയ ഇതൊന്നും അല്ലാത്തോണ്ടേ ഒന്നും വീഡിയോ ഒന്നും ആക്കിയിട്ടില്ലായിരുന്നു. അന്ന് ഞങ്ങളൊരു ബസ് വിളിച്ചാണ്. അതെ, അച്ഛന്റെ കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോയത് വലിയൊരു പാണ്ടിലോട് വിളിച്ചിട്ട് ഒരു ചെന്നൈയില് ഇവിടെ എങ്ങണ്ടാ പോയി, നാഗർകോവിലാണ് കേട്ടോ ഡ്രസ് എടുക്കാൻ പോയത്. നമ്മളൊരു ബസ് പിടിച്ചൊരു മിനി ബസ് പിടിച്ച് പോയത്. നമ്മളൊരു 10-18 പേരുണ്ടായിരുന്നു. എല്ലാരും കൂടെ പോയി. സത്യത്തിൽ നമ്മള് ലാഭം കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവിടെ പോയത്. ഇവര് പോയപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങള് ഭയങ്കര നഷ്ടം ഉണ്ടാക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഇവിടുന്ന് അടുത്തൊന്നും എല്ലാം എടുത്താൽ മതി, കൊല്ലത്താണല്ലോ നമ്മുടെ സ്ഥലം, ഇവിടുന്ന് എല്ലാം എടുത്താൽ മതി, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുനിന്നും എല്ലാം എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇവര് നാഗർകോവിൽ വരെ പോയിട്ട് വമ്പൻ നഷ്ടം ഉണ്ടാക്കിയിട്ട് വന്നു. കാരണം 13,000 രൂപയോളമായി ബസ് ചാർജ്. നമുക്ക് പറഞ്ഞേക്കാട്ട് എക്സ്ട്രാ ബസ് ചാർജ് ആയി. കാരണം പിന്നെ എന്താണ് മറ്റേ ഇല്ല പോത്തീസി പോണോന്നും പറഞ്ഞ് പോയിട്ട് അവസാനം രാമചന്ദ്ര ആർക്കെ അങ്ങനെ ഒരു സിൽസ് ഉണ്ടല്ലോ, ആ സിൽസിലൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെയാണ് വന്നത്. പക്ഷെ ഇഷ്ടമനുസരിച്ച് സാരിയും ഡ്രസ്സുകളും ഒക്കെ കിട്ടി. പക്ഷെ വലിയ ലാഭമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ അങ്ങനെയൊക്കെ പോയി എടുക്കുന്ന വെറും നഷ്ടമാണ്. അതും നമ്മൾ ആദ്യത്തെ കല്യാണം ആയതുകൊണ്ട് ഫാമിലിയിൽ നമ്മൾ ഭയങ്കര കൂട്ട് ഫാമിലി ഒരുമിച്ചല്ല താമസിക്കുന്നതെങ്കിലും നമ്മളെന്ത് വിശേഷം ഉണ്ടെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ എന്റെ ഫാമിലി സൈഡിൽ നിന്ന്. അപ്പൊ എല്ലാരെയും കൊണ്ടാണ് പോയത്. ആ സത്യത്തിൽ പക്ഷെ നമുക്ക് ഭയങ്കര മെമ്മറിയും കാര്യങ്ങളും ആണ് കേട്ടോ. നീനു ബേബി ദേ കരയുന്നത് കണ്ടോ? നീനു ബേബി എന്തിനാണ് കരയുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? അവൾ ആരോ റൂട്ട് ബിസ്ക്കറ്റിനാണ് കരയുന്നത്. അവൾ ഇരിക്കുന്ന പൊസിഷൻസ് ഒക്കെ അവൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. എന്റെ ബാഗ് ബാക്കിൽ ഇരിപ്പുണ്ട്, എന്റെ ബാഗ് അവിടെ ബാക്കിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ആ ബാഗിലാണ് ബിസ്ക്കറ്റ് ഇരിക്കുന്നതെന്ന് നീനു ബേബിക്ക് എല്ലാം വൃത്തിയായിട്ട് അറിയാം. അല്ലേ നീനുമ? ആണോ? ചിരിച്ചു കാണിച്ചേ, നല്ലോണം ചിരിച്ചേ. നീനുമ ചിരിക്കുന്നതേ മറ്റേ ജയറാമിന്റെ ഒരു കൊച്ചു വെച്ചൻ, ജയറാം സ്കൂൾ ഡ്രൈവറായ ബസ് ഡ്രൈവറായ മാട്ടിക്കുട്ടി ചിരിക്കുന്ന കണക്ക് തന്നെ ഇരിക്കുന്ന എനിക്ക് പല്ല് കാണിച്ചിരിക്കുന്നത്. ആ കൊച്ചനത് ചില റിയാക്ഷൻ. നമ്മളെ ബേബി ശാലിനിയാണത്. ബേബി ശാലിനിയുടെ അനിയത്തി. നിങ്ങൾക്ക് അങ്ങനെ, നമുക്ക് നമ്മുടെ പൊന്നോമനെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഒന്നുകൂടെ ചിരിപ്പിക്കാം. ഇനി ഒന്ന് ചിരിച്ചേ. ഗൈസ്, നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ വൈകിട്ട് എനിക്ക് വിശപ്പാവൂന്ന്. നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിൽ അടിപൊളി മുട്ട പപ്സും ചിക്കൻ റോളും ഒക്കെയാണ്. പക്ഷെ 4 മണിയായപ്പോ തന്നെ അത് കഴിഞ്ഞല്ലേ? ഏതാ കള്ളത്തരം പറഞ്ഞത്? 4 മണിയായപ്പോ തന്നെ കഴിഞ്ഞ. ഞങ്ങൾ ഇന്നാണ് ഒരു ദിവസം വന്നപ്പോഴും 4 മണിയായപ്പോഴത്തേക്കും എല്ലാം തീർന്നു. അടിപൊളി മുട്ട പപ്സ് ആണ്. മുട്ട പപ്സ് ഉണ്ടായിരുന്നു, പക്ഷെ മുട്ട പപ്സ് എനിക്ക് വീട്ടിൽ ഇരുന്നല്ലാതെ പുറത്തിരുന്ന് കഴിക്കാൻ സത്യം പറഞ്ഞാൽ നാണക്കേടാ. ചുണ്ടിലും എന്നാലും മുഖത്തും എല്ലാം ആവും. നമ്മളിനി ഡ്രസ് എടുക്കാൻ പോവേണ്ടല്ലേ. അപ്പൊ പിന്നെ ഞാനുണ്ടല്ലോ ഇവിടെ ഞാൻ എള്ളുണ്ടിയാണ് തിന്നുന്നത്. കാരണം ഞാൻ കൊളസ്ട്രോള് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട്, മീൻസ് കൊളസ്ട്രോൾ ഫുഡ് ഒരുപാട് ഞാൻ കഴിക്കാത്തത് കൊണ്ട് എള്ളുണ്ടിയാണ് തിന്നുന്നത്. അതുകൊണ്ട് ഞാൻ എന്താ ഈ ഡോറിന്റെ സൈഡിലോട്ട് ഈ സാധനം എടുത്ത് മാറ്റി വെച്ചിട്ട് നീന് കാണാതെ അല്ലെങ്കിൽ കൊടുത്ത കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവള് ഒരുമാതിരി ചെളി വാരി പൊത്തിയാണെങ്കിൽ മോന്ത മൊത്തം എള്ളായിരിക്കും. പിന്നെ അതുകൊണ്ട് ഞങ്ങള്
ബിസ്ക്കറ്റ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അതെ. ബിസ്ക്കറ്റും കഴിച്ചോണ്ടിരിക്കും. എന്നിട്ട് അതിന്റെ ഇടയ്ക്കൂടെ എന്റെ പാപ്പത്തി കൈയിടുന്നു. എന്റെ പപ്പ നിനക്ക് ഞാൻ തരില്ല. ഇനി ബേബി ചിരിച്ചേ. ഞാൻ കഴിക്കുന്നതേ മറ്റേ ഇങ്ങനെ തേങ്ങ അകത്ത് വെച്ച മധുരമുള്ള സാധനമാണ്. മധുരം എനിക്ക് വലിയ പ്രിയമില്ല. ഞാൻ ചിക്കൻ റോൾ ആണ് എടുത്ത് പറഞ്ഞത്. പക്ഷേ ഈ കോക്കനട്ടിന്റെ ഈ സാധനത്തിലുണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ള ഷുഗറാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ ഇത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണയുടെ മണം വരും. നീന് കുറേ നേരം പാട്ടൊക്കെ കേട്ട് അതിനൊത്ത് ഡാൻസ് കളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫൈനലി ഇതേ അച്ചുവിൻ്റെ അങ്ങ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെയാണ് എല്ലാവരും കൂടെ തുണി എടുക്കാനായിട്ട് പോണത്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ വന്ദേ ഭാരത് പോയി. നീനും അത് കണ്ട് ടാറ്റയൊക്കെ കൊടുത്തു. ഇപ്പം നീനുവിനെ ട്രെയിൻ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അച്ചുവിൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ കാണുന്നുണ്ടല്ലോ. ഗൈസ്, നമ്മൾ ഫൈനലി ഇവിടുന്ന് അച്ചുവിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇതുവരെ റെഡി ആയില്ല. അതുകൊണ്ടാണ് നമ്മൾ താമസിച്ചത്. ഇനി നമ്മൾ കൊട്ടിയത്തെ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. അവിടെ റണ്ണിങ് മെറ്റീരിയലൊക്കെ നോർത്ത് ഇന്ത്യൻ ഒരു ഷോപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി എടുക്കാനുള്ള പ്ലാനാണ്. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ആണോ എന്ന് അറിയത്തില്ല. നീനി ബേബി ബാക്കിലുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ബാക്കിൽ. കണ്ണണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവോന്ന് അറിയത്തില്ല. നമ്മളെ വീഡിയോയിലൊക്കെ ഉണ്ട് കണ്ണണ്ണനും അഞ്ജനയൊക്കെ. നമ്മുടെ ഫ്രണ്ട്സ് ആണ്. നമ്മുടെ ഫ്രണ്ട് കണ്ണേണന്റെ വൈഫ് ഉണ്ട്. പിന്നെ അതേ കണക്ക് വേറൊരു ഫ്രണ്ടിന്റെ വൈഫുണ്ട്. അപ്പം ഭർത്താക്കന്മാരെല്ലാം ഓൺ ഡ്യൂട്ടിയിലാണ്. ഒരു ഡ്യൂട്ടിക്ക് പോയത് കൊണ്ട് നമ്മളാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഫൈനലി ഇത് എല്ലാവരും കാറി കയറി. ഇത് തമ്പുരു മോളാണ് കേട്ടോ. തമ്പുവിനെ കണ്ടപ്പോഴത്തേക്ക് നീനു ബേബി തമ്പുവിൻ്റെ മുടിയും തമ്പുവിൻ്റെ ഡ്രസ്സും ഒക്കെ നോക്കി കുറേ നേരം ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് ഇവളെ എപ്പോഴുള്ള പരിപാടിയാണ് ബാക്കിൽ ഇറങ്ങുക, അതേപോലെ ഈ സീറ്റിൻ്റെ ഇടയ്ക്ക് വന്ന് ഇരിക്കുകയെന്നൊക്കെ. ഞങ്ങളത് അതിൻ്റെ കടയിലെത്തി കേട്ടോ, ഷോപ്പിലെത്തി. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ആദ്യം ബ്ലൂ എടുക്കണോ ഗ്രീൻ എടുക്കണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. അവസാനം നമ്മൾ ഗ്രീൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഗ്രീൻ ആൻഡ് ബ്ലൂ കൺഫ്യൂഷൻ വന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓറഞ്ചിനൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ എടുക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. ഒരുപാട് റണ്ണിങ് മെറ്റീരിയൽ എടുത്ത് നോക്കി. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട പാറ്റേൺ എടുക്കാൻ ഇച്ചിരി പാടാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട. ഫൈനലി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ കിട്ടി. പക്ഷേ അതിന് യോക്ക് പോർഷൻ ഗ്രീനും അതുപോലെ തന്നെ താഴോട്ടുള്ള പോർഷൻ വൈറ്റ് കളറും വരുന്നതാണ് എടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളറിൻ്റെത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ താഴോട്ടുള്ള നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ വൈറ്റ് കളർ ഇതിനകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊക്കെ എടുത്ത കേട്ടോ. ഇത് നീനു ബേബിക്ക് കോട്ടൻ്റെ പോർഷൻ വരുന്നതാണ്. അതേ ഈ ഗ്രീനാണ് നമ്മൾ യോക്ക് പോർഷൻ വരുന്നത്. പിന്നെ താഴോട്ടൊരു വൈറ്റ് ആണ് എടുക്കുന്നത്. ഫൈനലി എല്ലാം എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം യൂഷ്വലി നമുക്ക് വിശന്നു. അവിടെ ഒരു മന്തി കടയിൽ നിന്ന് നമ്മൾ മന്തി മാത്രമുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അത് നല്ല അടിപൊളി മന്തിയാണ്. എല്ലാ ടൈപ്പ് മന്തികളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി അവിടെ നിന്ന് മന്തിയൊക്കെ ഓർഡർ ചെയ്ത് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു സിനമണൊക്കെ ഇട്ടിട്ടുള്ളൊരു ടീ തരും. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കുടിക്കാൻ. വേറെ അത് നമ്മൾ കോംപ്ലിമെൻ്റ് ആയിട്ട് തരുന്നതാണ്. ഫൈനലി നമ്മുടെ മന്തി വന്നു. എനിക്ക് നോർമൽ മന്തി അത്ര താല്പര്യമില്ല കേട്ടോ. എന്നുവെച്ചാൽ ഇപ്പോഴാണ് താല്പര്യമില്ലാത്തത്. അപ്പോൾ ഞാൻ അൽഫാം മന്തിയാണ് മേടിച്ചത്. അവരെല്ലാം നോർമൽ മന്തിയാണ്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.